നമസ്കാരം. പ്രേക്ഷകർക്ക് നാട്ടിലോട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളുള്ളത് എറണാകുളം ജില്ലയിലെ കണ്ണമാലി എന്ന് പറയുന്ന പ്രദേശത്താണ്. ചെല്ലാനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ്. ഈ സ്ഥലങ്ങളുടെ പേരുകൾ പറയുമ്പോൾ സ്ഥലനാമങ്ങൾ കൊണ്ട് തന്നെ നമുക്കറിയാം എന്താണ് ഇവിടുത്തെ വിഷയങ്ങളെന്ന്. കാണുന്നത് ചെല്ലാനത്തിൻ്റെ അതിൻ്റെ ഒരു തുടർച്ചയായ കണ്ണമാലി ഭാഗത്തെ പുത്തൻതോടിൻ്റെ ഒരു തുടർച്ചയായ ഭാഗമാണ്. ഇവിടെ ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണത്തിന് അനുമതിയായെങ്കിൽ ഇതുവരെ നടപടികളിലേക്ക് കടന്നിട്ടില്ല. ചെല്ലാനം സുരക്ഷിതമാണ്. ടെട്രാപോഡിനകത്ത് വളരെ ഭംഗിയായിട്ട് സുരക്ഷിതമാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. വലിയ നേട്ടം തന്നെയാണ്, സംശയവുമില്ല. പക്ഷേ തുടർന്ന് ഇങ്ങോട്ടുള്ള പദ്ധതി കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ മുഴുവൻ കെടുതികളും ഈ ഭാഗത്തുള്ളവർ അനുഭവിക്കുകയാണ് നാളുകളായി. ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഭാഗം ഇവിടെ ഉണ്ടായിരുന്ന ഒരു റിസോർട്ടിൻ്റെ ഒരു ഭാഗമാണ്. അത് പൂർണ്ണമായും കടൽ അടിച്ച് അത് പൂർണ്ണമായും ഇല്ലാതാകുന്നൊരവസ്ഥയിലേക്കെല്ലാം തന്നെ എത്തിയിരിക്കുന്നു. വളരെ സുരക്ഷിതമായി ഒരിക്കൽ ഞങ്ങൾ ഇവിടേക്ക് നമ്മൾ ന്യൂസ് സംഘം ഇവിടേക്ക് എത്തുമ്പോൾ എല്ലാം സുരക്ഷിതമായി കണ്ടിരുന്ന ഒരിടമാണ്. പക്ഷേ ഇപ്പോഴതില്ല. പൂർണ്ണമായും തന്നെ അതിൻ്റെ ഒരു ഭാഗം ഇല്ലാതായിരിക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന വീടുകളുടെ ഒരു അവസ്ഥ എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മളുള്ളത് ഈ നിൽക്കുന്ന ഒരു വീട് കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി ഇവിടെ ആൾതാമസമില്ലായിരുന്നു. കാരണം ഇവിടെ താമസിക്കാൻ കഴിയാത്ത സുരക്ഷിതമല്ലാത്ത ഒരിടമായിരുന്നു. കടലേറ്റം കൂടിയപ്പോൾ ഇവിടെ നിന്ന് മാറി ഇവിടെ നിന്ന് താമസിക്കുന്നവരെ മാറ്റി പാർപ്പിച്ചപ്പോൾ അവർ തിരിച്ചു വന്നിരിക്കുന്നുണ്ട് ഇവിടേക്ക്. പക്ഷേ ഇതിനകത്തെ ഒരു അന്തരീക്ഷം, ഈ ചുറ്റുപാടെന്ന് പറയുന്നത് ജിയോ ബാഗുകൾ നിറച്ച് സുരക്ഷിതമാക്കിയ ഒരിടമാണ്. ജിയോ ബാഗുകൾ ഈ വലിയ രീതിയിൽ 7.5 കിലോമീറ്ററോളം ഇനിയുമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഭാഗത്ത് ജിയോ ബാഗുകൾ നിറച്ച് നിലനിർത്തിയിട്ടുണ്ട്. ചില ഭാഗങ്ങളിലെല്ലാം ചിലതെല്ലാം തന്നെ കടൽ കയറുന്നൊരവസ്ഥയിലാണ്. ഈ വീട്ടിൽ ഇപ്പോൾ കുടുംബം തിരിച്ചെത്തിയിട്ടുണ്ട്. പ്രായമുള്ളവരാണ്. ഭീതിയോടുകൂടി അവരിതിൽ ഇപ്പോഴും ഇവിടെ തുടരുന്നു എന്നതാണ്. കാരണം ഈ ജിയോ ബാഗുകൾ എത്രമാത്രം സുരക്ഷിതത്വം അവർക്ക് നൽകുന്നു എന്നതാണ്. പലപ്പോഴും ഇപ്പോൾ ശാന്തമാണ്, കടൽ ശാന്തമാണ്, മൺസൂണില്ല, കുഴപ്പങ്ങളില്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ അവർക്ക് ഇപ്പോഴും ഇതിനകത്ത് കഴിയുന്നതിന് പേടിയുണ്ട്. കാരണം കടലിരമ്പം തൊട്ടടുത്ത് തന്നെയാണ്. ജിയോ ബാഗുകൾ വീണിട്ടുണ്ട് പലയിടത്തും തന്നെ. ഈ അപ്പച്ചനും അമ്മച്ചുമാണ് ഇവിടെയുള്ളത്. എന്നാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നത്? ഞങ്ങളിപ്പോൾ 1.5 കൊല്ലം അവിടെ താമസിച്ച് ഇപ്പോൾ 1.5 കൊല്ലത്തിന് ശേഷം വീട്ടിലേക്ക് വരും. ഇപ്പോൾ വന്ന് 1 മാസം ആയിട്ടില്ല ഇവിടെ വന്നിട്ട്. അങ്ങനെ ഞങ്ങളുടെ കിടപ്പ്. ഇന്നത്തെ ജീവിതമാണ് ഈ കാണാൻ. ഇവർ വരും, കല്ല് വരും, ഇപ്പോൾ ഈ അടുത്ത മാസം തുടങ്ങുമെന്നൊക്കെ പറയണം. ഇതെല്ലാം അഗ്രിമെൻ്റ് എഴുതിയൊക്കെ എല്ലാം ഒപ്പുവെച്ച് വെക്കണമെന്നും പറയാനുണ്ട്. അപ്പോൾ ഈ പുറക്കൽ മാസം തുടങ്ങുമെന്നാണ് പറഞ്ഞേക്കണം. എങ്ങനെയാണ് നമുക്കറിഞ്ഞുകൂടാ എന്നൊക്കെ ഇവിടെ വാർത്ത കേൾക്കണം അമ്മ. പിന്നെ വാടക കൊടുക്കാൻ കൂടി നിവൃത്തിയില്ലാണ്ട് അവിടുന്ന് പോകണം. വെള്ളത്തിൻ്റെ വാടക 5000 കൊടുക്കണം. വെള്ളത്തിൻ്റെ വേറെ ഇവിടെ പിന്നെ അതൊന്നും കൊടുക്കണ്ടല്ലോ. അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് ഇപ്പം ഞങ്ങളെല്ലാം ശരിയാക്കിയതാണ്. ഇനി ഗവൺമെൻറ് പറഞ്ഞേക്കുന്നത് എത്രയും വേഗം ഇത് ഞങ്ങൾക്ക് അവിടെ ഇത് ശരിയാകുമെന്നാണ് പറഞ്ഞേക്കണത്. ഈ വർഷം തന്നെ ഡിസംബറാണ് പറഞ്ഞേക്കണത്. ഡിസംബർ മാസം നിങ്ങളുടെ പടിഞ്ഞാറ് ദിവസം പണി നടക്കുമെന്നാണ് പറഞ്ഞേക്കണത്. ഞങ്ങൾക്കിപ്പോൾ ചാക്ക് വരെയും വെച്ചിട്ട് സാർമാർ കാണണമല്ലോ, അതെല്ലാം അലച്ചും കിട്ടിപ്പോണം. ഇനി ഞങ്ങൾക്ക് അങ്ങനെ ഒരു കടലേറ്റം ഉണ്ടായെങ്കിൽ ഞങ്ങൾ 1-2 അല്ലെങ്കിൽ 6 എണ്ണമാണ്. 6 എണ്ണത്തിന് മരണം ഞങ്ങളടുത്തും പോകാൻ ഞങ്ങൾക്ക് ഇതില്ല. അത്ര ഞങ്ങൾ കഷ്ടത്തിലുള്ള ജീവിതമാണ് ഞങ്ങൾക്ക്. ഇത് കണ്ട ഇപ്പോൾ പാടിലുണ്ടായി 4 വരെയൊക്കെ കംപ്ലൈൻറ്റ്. ഈ പ്രായമായി താണ്ടി എന്നുള്ള ഇവിടെ പോകും. കടൽ വന്നാലും നമ്മൾ പോകില്ല. കടൽ വന്നാൽ ഞങ്ങൾ പോകില്ല സാറേ. ഞങ്ങളുടെ ജീവൻ ഇവിടെ തന്നെ. ഞങ്ങൾക്ക് പോകാൻ നിവൃത്തിയില്ല. വലിയ വലിയ വീട്ടിലൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ? ഞങ്ങളുടെ ജീവിതം ഇത് തന്നെ. അത് ഗവൺമെൻറ് ഇതിന് സമാധാനം പറയണ്ടല്ലോ. 1 എണ്ണം അല്ല 2 എണ്ണം 6 2 കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും 2 മക്കളും ഉണ്ട്. മരുമകളും മകനും. ഒരു സ്ഥിരമായിട്ടൊരു ജോലിയില്ല മകന്. കിട്ടണോണ്ട് വാടക കൊടുക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, മറ്റുള്ള കാര്യമെല്ലാം താങ്ങാൻ പറ്റണില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് പോന്നിട്ട് കടവും വില മേടിച്ചുകൂടെ അയലന്തരത്തേക്ക് എല്ലാവർക്കും പറയും കടവും വില മേടിച്ച് ഇത് ശരിയാക്കി. ഈ മുറിയൊന്ന് കാണണ്ടേയിരുന്നു. ഞങ്ങൾക്ക് 90,000 രൂപ ഗവൺമെൻറ് 90,000 രൂപ ഞങ്ങൾക്ക് തന്നു. അതാ ഞങ്ങൾക്ക് തന്നത്. അതുവരെ ഇതിപ്പോൾ വരെ ഒന്നും നോക്കണില്ല. അങ്ങനെ പലയിടത്തും ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് വീട് തന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് തന്നെങ്കിൽ പടിഞ്ഞാറ് ദിവസം സ്ഥലം ആയിരിക്കണമെങ്കിൽ ഒരു വീട് പണി. ഞങ്ങൾ ഈ വീടിനവിടെ പോകും. അത്രയും കഷ്ടത്തിലാണ്. അപ്പം ഇനി എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് തീരുമാനിച്ചില്ലെങ്കിൽ ഞങ്ങൾ 1-2 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണം. 2 കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾക്ക്.
ഒന്ന് 10ൽ പഠിക്കണം, ഒന്ന് 4ൽ പഠിക്കണം. ഇതുങ്ങളായിട്ട് എവിടെ പോകും? ആക്കടങ്ങ വീട്ടിൽ പോകുമ്പോൾ ഇവിടെയൊക്കെ കടലേറ് വഴി മുങ്ങണ സ്ഥലമാണ്. അപ്പം ഇതാണ് കാരണം ഈ പരിസരത്തുള്ള പല വീടുകളുടെയും ഒരു അവസ്ഥ ഇത് തന്നെയാണ്. ഈ വീട് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഇവരിവിടെ താമസിക്കുന്നുണ്ടായിരുന്നില്ല. ഈ അടുത്താണ് തിരിച്ചു വരുന്നത്. ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായും ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഒരു പ്രാധാന്യമെന്ന് പറയുന്നത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു കാലത്ത് തീർച്ചയായും ഇത്തരം ഒരു വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്ത് പോകേണ്ടത് തന്നെയാണ്. ഇത് നേരത്തെ ഉണ്ടായിരുന്നൊരു വീട് സമാനമായ രീതിയിലുള്ളവരാണ്. ഇവിടെ നിന്ന് മാറി അവർ എല്ലാവരും പോയിരിക്കുന്നു. പലർക്കും ഇവിടേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ് ഉള്ളത്. നാട്ടിലേക്ക് സ്വന്തം ഇടങ്ങളിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പലരും തന്നെ നിലനിൽക്കുന്നു. ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന വീടുകളുടെ ഭാഗമാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഒരു വിഷയങ്ങൾ തീർച്ചയായും തന്നെ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്ത് പോകേണ്ടതാണ്. ഈ നാട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് പറയാനുണ്ട് എന്നതെല്ലാമാണ് നമ്മൾ പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് ചെല്ലാനം മേഖലയിലേക്കെല്ലാം തന്നെ വരുമ്പോൾ തീർച്ചയായും ഒരു സുരക്ഷിതമായ ഒരിടത്ത് അത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നത് ജിയോ ബാഗുകളാണ്. ഇങ്ങനെ ജിയോ ബാഗുകൾ ഈ പ്രദേശത്തിൻ്റെ ഒരു വലിയ പ്രദേശം മുഴുവനായിട്ടും തന്നെയും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മണൽ ഭിത്തി നിറച്ച ഇത് സംരക്ഷിക്കാനുള്ളൊരു ശ്രമങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇത് അധികം പ്രതിരോധിക്കാൻ കഴിയില്ല. കാരണം ശക്തമായ കടലാക്രമണമാണ് ഈ ഭാഗത്തുള്ളത്. നമ്മൾ പലതവണ ഈ മേഖലയിലൂടെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടാകുന്നത് പലപ്പോഴും തന്നെയും രൂക്ഷമായ കടലാക്രമണത്തിൽ ആർക്കും പ്രതിരോധിക്കാനോ തടുത്തു നിർത്താനോ കഴിയാത്ത വിധമാണ് ഈ മേഖലയിലുള്ളവർ അവരുടെ അനുഭവങ്ങൾ പറയുന്നത്. ഈ ജിയോ ബാഗ് നിരത്തിയ സ്ഥലം പോലും നേരത്തെ ഉണ്ടായിരുന്ന ഒരു വീടിൻ്റെ ഭാഗമാണ്. കാരണം അതെല്ലാം തന്നെയും കടലെടുത്ത് പൂർണ്ണമായും പോയിരിക്കുന്നു എന്നതാണ് അവസ്ഥ. നമ്മൾ ഈ കാണുന്ന പ്രദേശത്തെ കടൽഭിത്തി നോക്കുക. കടൽഭിത്തി അവിടെ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് ഇപ്പോൾ ശാന്തമായ ഒരു മൺസൂൺ കാലമല്ല. അതുകൊണ്ട് ശാന്തമായൊരിടമായതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാനെല്ലാം തന്നെ കഴിയുന്നത്. അല്ല എങ്കിൽ ഇങ്ങനെയൊന്നുമല്ല ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനിയുള്ളൊരു കാലം വരുന്നത് വലിയ രീതിയിലുള്ള മൺസൂണിൻ്റേതാണെങ്കിൽ അവർക്ക് വീണ്ടും ഒരു ദുരിതകാലത്തിലേക്ക് എല്ലാം തന്നെ പോവുകയും ചെയ്യും. നമുക്കൊപ്പം ഈ നാട്ടുകാരെല്ലാം തന്നെ ചേരുന്നുണ്ട്. ടെട്രോപാഡ് വരാൻ ആ ഒരു പദ്ധതിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? 7.36 കിലോമീറ്ററാണ് ഇവിടെ പദ്ധതി വന്നത്. ബാക്കി അത്രയും കൂടുതൽ സ്ഥലം ചെല്ലാനം പഞ്ചായത്തിൽ തന്നെ വരാനുണ്ട്. അത് കഴിഞ്ഞാൽ കൊച്ചി കോർപ്പറേഷൻ്റെ മാനാശ്ശേരി സൗദി ബീച്ച് റോഡ് പ്രദേശങ്ങളടക്കം ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിലാണ് ഈ പദ്ധതി വരേണ്ടത്. ഇപ്പോൾ 2023 റോഷി അഗസ്റ്റിൻ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വന്ന് പറഞ്ഞ് 320 കോടി രൂപ പാസ്സായി 2023 നവംബർ 1 പണി ആരംഭിക്കുമെന്ന് പറഞ്ഞ് 2023. അതിനുശേഷം 2023 തന്നെ ഒക്ടോബർ 3 ശ്രീ പി രാജീവ് ചെല്ലാനത്ത് വന്ന് പറഞ്ഞ് 247 കോടി രൂപ പാസ്സായി അത് ഈ നവംബർ 1 പണി നടക്കുമെന്ന് പറഞ്ഞു. 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈ 2 മന്ത്രിസഭാ തീരുമാനം മുഖ്യമന്ത്രി അറിയിച്ചപ്പോൾ 306 കോടി രൂപ പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം 4.5 മാസം കഴിഞ്ഞ് ഇതുവരെ യാതൊരു ഭരണാനുമതിയോ സാങ്കേതിക അനുമതിയോ സാമ്പത്തിക അനുമതിയോ യാതൊരു അനുമതിയും കിട്ടിയിട്ടില്ല. അപ്പോൾ ജനങ്ങൾ ആകെ പ്രതിസന്ധിയിലാണ്. ജനങ്ങൾ പലരും മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് വീടൊക്കെ മെയിൻ്റനൻസ് ചെയ്ത് 1.5 കൊല്ലവും 2 കൊല്ലവും ഒക്കെ പുറത്ത് വാടക താമസിച്ചവർ തിരിച്ചു വന്ന് വീടൊക്കെ മെയിൻ്റനൻസ് ചെയ്ത് ഇപ്പോൾ നിൽക്കുകയാണ്. അടുത്ത കാലവർഷത്തിന് മുമ്പ് മെയ് പകുതിക്ക് മുമ്പെങ്കിലും ഇത് ഇവിടെ പണി നടന്നില്ല എങ്കിൽ അടുത്ത വർഷം ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. കല്ലിൻ്റെ അവസ്ഥ ഇതാണ്. ഇത് ഇവിടുത്തത് മാത്രമല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പല സ്ഥലങ്ങളും ഇതേപോലെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായേ പറ്റൂ. അതുകൂടാതെ തന്നെ വേറൊരു കുഴപ്പം കൂടിയുണ്ട്. കൊച്ചിൻ പോർട്ടിൻ്റെ ആഴം കൂട്ടാനായിട്ട് പോകുന്നു. കൊച്ചിൻ പോർട്ടിൻ്റെ ആഴം ഇനിയും 3-4 മീറ്റർ കൂടി ആഴം കൂട്ടിക്കഴിഞ്ഞാൽ ആനുപാതികമായി ഈ തീരക്കടലിലും ആഴം കൂടും. സ്വാഭാവികമായും ഇവിടെ വലിയ ദുരന്തം ഉണ്ടാവും. നമ്മളൊരു തെരഞ്ഞെടുപ്പ് കാലത്തിൻ്റെ അടുത്താണ് നമ്മൾ കടന്നു പോകുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഈ വിഷയങ്ങളെല്ലാം വളരെ സജീവമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതല്ലേ? ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ആകെ ഒരു വിഷയം ഇതാണ്.
വേറെ പല വിഷയങ്ങളുണ്ടെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷയം ഈ കടല ജീവിക്കാൻ ഉള്ള അവസ്ഥ ഉണ്ടാകുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് റോഡും തോടും മറ്റ് ആശുപത്രിയും മറ്റെല്ലാ വികസനങ്ങളും അതിനുശേഷമാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അത് പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങളാരും ഇതിൻ്റെ പേരിൽ ഭരണകക്ഷിനെ പ്രതിപക്ഷത്തെ പിന്തുണക്കാനോ മുൻതുണക്കാനോ ഒന്നും പോകുന്നില്ല. ജനങ്ങളെല്ലാം ഇവർക്ക് പറയാനുള്ളത് ഈ രാഷ്ട്രീയ കക്ഷികൾക്കും പിന്നെ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്കും പറയാനുള്ളത് ഞങ്ങൾക്ക് അടുത്ത കൊല്ലം സംരക്ഷണം കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഞങ്ങൾക്ക് അവരോട് ചോദിക്കാനുള്ളത്. ഈ മേഖല അവർക്കെല്ലാം സുരക്ഷിതമായൊരിടമായിരുന്നു, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. എല്ലാ വർഷകാലവും നമുക്ക് ദുരിതമാവുകയാണോ? ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എതിരില്ല. ഞങ്ങൾക്ക് അടുത്ത കൊല്ലം ഈ വെള്ളം ഞങ്ങളുടെ വീടുകളിൽ എത്തരുത്. ഞങ്ങൾ ആർക്കും എതിര് നിൽക്കില്ല. പാസ്സാക്കി എന്ന് പറഞ്ഞേക്കണത് ഞങ്ങൾക്ക് നടപ്പിലാക്കി തന്നെ. എല്ലാ വീടുകളും ഓരോ വർഷം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഉപ്പ് കയറി തള്ളിയിരിക്കുന്നത്. ഓരോ വർഷം കഴിയുമ്പോൾ പിന്നെയും പാസ്സായെന്ന് 2023 പറഞ്ഞതാണ്. ഫ്ലെക്സൊക്കെ ഒട്ടിച്ചാണ് നടത്തി തരുമെന്ന് ഉറപ്പ് പറഞ്ഞാണ്. എന്നിട്ട് ഒന്നും നടന്നില്ല. ഇപ്പോൾ 2025 ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലത്തിനേക്കാളും മോശമാണ് ഇവിടുത്തെ സ്ഥിതി. ഇതങ്ങനെ നോക്കി അറിയാം. അന്ന് തടുക്കാൻ കല്ലെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ അതുപോലും ഇല്ല. അതുകൊണ്ട് ഇതൊന്നും രക്ഷയില്ല. അവിടെയൊക്കെ വെച്ചപ്പോൾ തന്നെ ഇടിച്ചിട്ട് ഇനി അങ്ങോട്ടുള്ള വീടുകളൊക്കെ ഓരോന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള വീട് പോയി, അത് പോയി, ഇനി അടുത്ത അത് അങ്ങനെ പോയി തീർന്നിരിക്കുന്നു. വീടുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ കൊല്ലം തോറും. ഇവർ പാസ്സായെന്ന് പറഞ്ഞാൽ അത് ചെയ്തു തന്നെയില്ല. ഇത് ഓരോ സാധാരണക്കാരുടെ ജീവിതം നോക്കി അറിയാം ഓരോരുത്തർ ചോദിച്ചാൽ. നേരത്തെ ഞാൻ ഇവിടേക്ക് ഒരുമിച്ച് പറയാറുന്നത് വീടിരുന്ന വീടായിരുന്നത് ഇത് വീട് പോയി പലയില്ല അവിടെ വെച്ചേക്കാണ്. അടുത്തത് അതായിരിക്കും. ഞങ്ങൾക്കിപ്പോൾ ഇത് കണ്ടേ ഞങ്ങളുടെ അവസ്ഥ ഉണ്ടായത്. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഞങ്ങൾ പാർട്ടി ആരായാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നവംബറിൽ ചെയ്യാം, ഒക്ടോബറിൽ ചെയ്യാം, ഇങ്ങനെ പറഞ്ഞിപ്പോൾ വർഷം ഇപ്പോൾ പാസ്സാക്കിയിട്ട് തന്നെ 2-3 വർഷമായി. ഈ കൊല്ലം ഞങ്ങൾ ഇവിടെ കിടക്കണ്ട. ഞങ്ങൾ ഈ കുടുംബം വെച്ച് കടന്നിരുന്നപ്പോൾ വാടകക്കോളം നിവർത്തി ഞങ്ങൾക്കില്ല. അതിന് മുൻപ് എന്തെങ്കിലും ചെയ്തു തന്നെ ഞങ്ങൾക്ക്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ടൊക്കെ എവിടെ പോകാനാണ്? അപ്പോൾ അതുകൊണ്ട് ഈ കല്ലിന് എന്തെങ്കിലും തീരുമാനം. ഇത് പാസ്സായെന്ന് പറഞ്ഞിപ്പോൾ നോട്ടീസ് ഒട്ടിച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യണം. അതുവരെ ഞങ്ങൾ എന്തെങ്കിലും എവിടെയാണെങ്കിലും ഞങ്ങൾ പോകും. സമരത്തിനാണെങ്കിലും ഞങ്ങൾക്ക് അത് ചെയ്തു തന്നാൽ മതി. വേറെ ഒന്നും വേണ്ട. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഈ മേഖലയിൽ അനുഭവിക്കുന്നത് വലിയ ദുരിതമാണ്. കാരണം ഈ കടൽ വെള്ളം കയറി വരുമ്പോൾ അവർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകാനല്ലാതെ മറ്റൊന്നും കഴിയാത്ത അവസ്ഥ. ഇവിടെ ശൗചാലയങ്ങൾ പോലും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് തീർത്തും ദുർഘടമാകുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. നേരത്തെ വന്നപ്പോൾ എന്നോട് പറയായിരുന്നു, നിങ്ങളെപ്പോലെ മാധ്യമങ്ങൾ ഒരുപാട് വരുന്നുണ്ട്, പറഞ്ഞ് ഞങ്ങൾക്ക് മതിയായെന്ന്. പക്ഷെ ഞങ്ങൾ വീണ്ടും ശ്രമിക്കുകയാണ്. കാരണം എത്രയും പെട്ടെന്ന് ഇത് ഓരോ തവണ വരുമ്പോഴും ഞങ്ങൾക്കും ഒരു പ്രതീക്ഷയാണ്. കാരണം ഇത് എപ്പോഴെങ്കിലും ആരെങ്കിലും മുന്നിൽ എത്തുമെന്ന്. അനുഭവങ്ങൾ, ദുരിതങ്ങൾ തുടരുകയാണ് അല്ലേ? ഞങ്ങളിങ്ങനെ പറയുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ആരും ഇത് മൈൻഡ് ചെയ്യണില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ലോൺ എടുത്ത് വെച്ച വീടാണ്. ഇപ്പം ഈ ഭാഗത്ത് മിക്കവരും ലോൺ എടുത്ത് വെച്ച വീടാണ്. ആ കടം ഒന്ന് തീരണേ മുമ്പ് അതിന് വീട് പണിയാണ് കാണുന്നത്. ഇപ്പം എത്രയോ കുടുംബങ്ങളാണ് വാടക താമസിക്കണം. വാടക പോലും അവർക്ക് കൊടുക്കാൻ നിവർത്തിയില്ല. ഇവിടെ നമ്മൾ പോയിട്ട് വാടക തരാറുണ്ടോ ഇവര്? ഇപ്പൊ ചെറിയടവിൽ പോയിട്ട് വാടക കൊടുക്കുന്നുണ്ടെന്ന് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. അവര് പള്ളിയിലായിരുന്നു ഇത്ര നാള് താമസിക്കുന്നത്. എന്നാലും പള്ളിയിലൊക്കെ കിടക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കഷ്ടമാണ്. എത്ര നാൾ അങ്ങനെയൊക്കെ? അതാണേ അന്ന് ഇത് ഡ്രസ്സ് മാറാൻ എല്ലാരും കൂടി ഒറ്റ ബാത്റൂം, അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഇപ്പൊ ഞങ്ങളിങ്ങനെ പറയും, ഞങ്ങളുടെ കരച്ചിലും ഇതും ഒക്കെ എല്ലാം കണ്ടിട്ട് ഈ സ്റ്റാറ്റസ് ഇട്ട് ഞങ്ങളെ കളിയാക്കാന്ന് മാത്രമേ ഞാൻ നോക്കിയിട്ട് ഇത് കാണുന്നുള്ളൂ. അല്ലാതെ വലിയ നേട്ടമൊന്നും ഇല്ല. ഇപ്പൊ അധികാരികളിൽ എത്തിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇവിടെ വന്ന്, പക്ഷെ ആരും എത്തിച്ചിട്ടില്ല. എല്ലാവരും ശ്രമിക്കുന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എല്ലാവരും അവർക്ക് പറ്റുന്ന രീതിയിലെല്ലാം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടൊക്കെയോ അത് നടക്കാതെ പോകുന്നു എന്നതാണ്. ഏതായാലും എല്ലാവരും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങളെങ്കിലും ഞങ്ങൾക്ക് ഇതൊരു നീതി നടത്തി തന്നെ, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്താന്ന് വെച്ചാല് ഞങ്ങളിങ്ങനെ പറയണ മാത്രം മറ്റുള്ളവർക്ക് ഇങ്ങനെ പറഞ്ഞ് കരച്ചിലും കണ്ടിട്ട് കളിയാക്കാന്ന് മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട്. അല്ലാതെ ഇങ്ങനെ പറയണതിലൊരു ഗുണം നോക്കിയിട്ടൊന്നും കാണുന്നില്ല. എല്ലാവരും ശ്രമിക്കുന്നത് തന്നെ വിശ്വസിക്കാൻ താഴേക്കെത്താവോ? കാരണം നിരവധി ആളുകൾ ഇതിൻ്റെ ഒരു ദുരിതവും കാര്യങ്ങളും എല്ലാം തന്നെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ ഇവിടേക്ക് എത്തിയതെല്ലാം തന്നെ സ്ത്രീകളാണ്. കാരണം അവരാണ് ഇതിൻ്റെ ഒരു വലിയ ഇരകൾ എന്നതെല്ലാം തന്നെ പറയാവുന്നത്. ചേച്ചി ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? ചേട്ടതെ കാണുന്നതാണ് എൻ്റെ വീട്. ഇനി ഈ നേരയിൽ പോകാനായിട്ട് ആ ഒരു വീട് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത വർഷം ഉണ്ടാവുകയെന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് മുമ്പ് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തതെന്ന് ഞങ്ങൾ രക്ഷിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോകുമെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു പിടുത്തമില്ല. ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ. എല്ലാ ലൈനും പോയി, ഈ ലൈൻ മൊത്തം പോയിരിക്കണേ. ഇനി ആ ഒരു വീട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അവസ്ഥ ഉണ്ടാ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഇതായിട്ടിരിക്കണേ. ഇനി ഒരടി കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഞങ്ങൾ പോക്കാണ് ഇവിടെ നിന്ന്.
ഞങ്ങളെ രക്ഷിക്കണം. പറഞ്ഞതുപോലെ ഓരോ വർഷവും ഓരോ വീടുകളിലാണ്, ഓരോ വർഷവും ഓരോ വർഷകാലത്ത് നമ്മൾ എത്തുമ്പോഴേക്കും ആ വീടുകളുടെ എണ്ണം കുറയുന്നുണ്ട്. എല്ലാ സാധനവും കംപ്ലൈന്റ് ആവും. വീട്ടു വീട്ടു സാധനങ്ങളെല്ലാം, ഫാൻ ഉൾപ്പെടെ, ഫ്രിഡ്ജ്, TV എല്ലാ സാധനവും കംപ്ലൈന്റ് ആവും. പിന്നെ ഇത് റെഡിയാക്കി വരുമ്പോഴത്തേക്കും അടുത്ത കടല് പിന്നെയും വരും. ഓരോ വർഷവും കഴിയുന്തോറും ഇവിടെയുള്ള തീരദേശത്തുള്ള ഓരോ വീടുകളുടെ എണ്ണവും കുറയുകയാണ്. ഇനി അടുത്ത വീടുകൾ ഏതാണ് പോകുന്നതെന്ന രീതിയിലാണ് എല്ലാവരും കണക്കെടുക്കുന്നത്. അത് ഞങ്ങളുടെ വീട് പോയി, അത് കഴിഞ്ഞ് രണ്ടാമത്തെ പോയി, ഇപ്പം മൂന്നാമത്തെയും പോയി. ഇനി ഈ നിരയിൽ ഒരു വീട് ഉള്ളു, ഒരെണ്ണം കുറച്ച് നാൾ പോയിട്ട് അതങ്ങ് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം അത് ആ കൊല്ലം ഇനി അടുത്ത കൊല്ലം അതുണ്ടാവൂലേ. ഇത് കണ്ടില്ലേ, ഇതാണ് അവസ്ഥ ഞങ്ങളുടെയൊക്കെ. ഇപ്പൊ അത് അത്രയും വലിയ റിസോർട്ട് അത് പോയി, മുഴുവനായിട്ട് അത് പോയി. ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങൾക്ക് ഇത് ചെയ്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ കൊല്ലം ഇനിയുള്ള വീടും പോവും. ഇവിടെ നിന്ന് എവിടെ പോകാനാ? വർഷകാലത്ത് നമുക്ക് കടല് കയറ്റമാണ് കൂടുതൽ പ്രശ്നമായിട്ട് വന്നത്. നമുക്ക് അകത്ത് ബാത്റൂമിൽ പോകാൻ കൂടി പറ്റാത്ത അവസ്ഥയാണ്. വെള്ളവും മണ്ണും കൂടി കയറി ആകെ സ്ഥിതി വളരെ മോശമാണ്. കുട്ടികളാണെങ്കിലും പ്രായം ചെന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം വന്ന് അകത്ത് കയറിക്കാൻ നമുക്ക് പുറത്തോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. സാധാരണ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകുന്ന ഞങ്ങള് പണ്ടൊക്കെ ഒരു 3-4 കൊല്ലത്തിന് മുന്നേ പോകുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങള് കടമൊക്കെ വാങ്ങിച്ച് മേളിലോട്ട് ചെയ്ത് 2ാം നില വെച്ച് മേളിലേക്ക് മാറും ഞങ്ങള്. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പൊ കഴിഞ്ഞു പോകുന്നത് അല്ലേ? ഈ വീടിനകമൊക്കെ ശുചീകരിക്കാനൊക്കെ മണ്ണും എല്ലാം അടിഞ്ഞു, മണൽവാടെല്ലാം ഈ ഇവിടെ വെക്കുന്ന മണ്ണെല്ലാം കൂടി അങ്ങോട്ട് അകത്തോട്ട് വന്നത്. പണിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരാഴ്ച നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്, സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞങ്ങളുടെ പേരെ ഇത്തിരി കൂടി പൊക്കോളോണ്ട് മണ്ണേ അറിയിട്ടില്ല. ബാത്റൂമൊക്കെ എല്ലാം ചീത്തയായി, പോകാനൊന്നും പറ്റിയൊന്നുമില്ല. എല്ലാ വർഷവും പുതുക്കി പണിയേണ്ട അവസ്ഥയാണ്. എല്ലാ വർഷവും ഇത് തന്നെ, സെപ്റ്റി ടാങ്കും എല്ലാം മണ്ണിന്റെ അടിയിലായി പോകും. പിന്നെ നിന്ന് അതിന്റെയൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ നഷ്ടപരിഹാരം കിട്ടണമെന്നും ഒന്നും ആവില്ല നമുക്ക്. ഇതൊന്നും ഒന്നും ആകിയല്ല. കടലേറുന്ന സമയത്തൊക്കെ ഒന്നും വീട്ടിൽ താമസിക്കാൻ പറ്റൂല, മൊത്തം വെള്ളമായിരിക്കും. കൊച്ചുങ്ങളെയുമായിട്ടൊക്കെ നമ്മൾ വേറെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകേണ്ട ഒരു സാഹചര്യമായിരിക്കും. എത്ര ദിവസമൊക്കെ മാറിയേണ്ടി വന്നിട്ടുണ്ട്? നമുക്ക് ഒരു 2 ആഴ്ചയോളമൊക്കെ വെച്ചാൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്തിട്ടല്ലേ പിന്നെ കയറാൻ പറ്റുള്ളൂ. അത്രയും അഴുക്കൊക്കെ ചെയ്യാനുള്ള എല്ലാ മുറികളിലും കയറി മുങ്ങിക്കിടക്കുന്നത്. അപ്പൊ അത് ഭയങ്കര ഇതായിരിക്കും, ബുദ്ധിമുട്ടാണ്. രാവിലെ കയറി അവിടെ ആ വെള്ളം അവിടെ കെട്ടി നിൽക്കും, പോകൂല. നമ്മൾ ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ മാത്രമേ അത് പോകുള്ളൂ. എല്ലാ ദിവസവും ഇത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇനി 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. ഇതിപ്പോ ഒന്നും കൂടി കല്ല് താഴ്ന്നിട്ടുണ്ട്. അപ്പൊ ഇത് നേരത്തെ കയറിയതിനേലും ശക്തമായിട്ടായിരിക്കും ഇനി കയറാൻ പോകുന്നത്. വർഷകാലം വരുമ്പോൾ നമ്മൾ പേടിച്ചാ വീട്ടിലിരിക്കണേ. അതെ, പിള്ളേരുമായിട്ടൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ എല്ലാ സാധനങ്ങളും ഈ ഒഴുകിപ്പോവുക, വെള്ളം കയറി നഷ്ടപ്പെട്ടു പോകുക, ഇതൊക്കെ എല്ലാ വർഷവും നമുക്ക് മേടിക്കാൻ പറ്റുമോ? അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ആർക്കും ഇല്ല ഇവിടെ. ദുരിതാശ്വാസ ക്യാമ്പിൽ പോകുന്നത് മറ്റു ദുരിതം തന്നെയാണ്. അല്ല, പോയിട്ട് തിരിച്ചു വരുവാ നേരത്തെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവണമെന്നില്ല. നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്ത് ആ വീട് ഒന്ന് വൃത്തിയാക്കി ഇടും. പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ വന്നു കഴിഞ്ഞാൽ ആർക്കും താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. രാത്രിയൊക്കെ മാറേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവത്തില്? രാത്രിയൊക്കെ മാറേണ്ടി വന്നിട്ടുണ്ട്. പോയിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ കിടന്നിട്ട് പിന്നെ രാവിലെ വരും. രാവിലെ വന്നിട്ട് എന്താണെന്ന് പോലും പറയാൻ പറ്റും. അതെ, ചിലപ്പോൾ അഴുക്കും വെള്ളവും ചെളിയൊക്കെ കയറി നശിഞ്ഞ് കിടക്കായിരിക്കും. പിന്നെ വന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം വീണ്ടും നമുക്ക് താമസിക്കാം. ഞാൻ ഓഫീസിൽ നിന്ന് കിട്ടിയതായിരുന്നു. അതൊക്കെ എല്ലാം നമുക്ക് വെള്ളത്തിലായി പോയിട്ട് പിന്നെ രണ്ടാമത് നമുക്ക് അവിടെ നിന്ന് കുറേ ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് തിരിച്ച് കിട്ടിയത്. അപ്പം അങ്ങനെയൊക്കെ കുറേ നല്ല നഷ്ടങ്ങളൊക്കെയാണ് നമുക്ക് സംഭവിച്ചത്. ഞങ്ങൾ പെര വെച്ചിട്ട് 7 വർഷമാണുള്ളു. ഇപ്പം 3ാമത്തെ പ്രാവശ്യം വയറിങ് ഈ സ്വിച്ചൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ എർത്തടിക്കും, ചിലപ്പോൾ ഈ മോട്ടറിൻ്റെയൊക്കെ 3ാമത്തെ മോട്ടറായിപ്പോൾ മേടിച്ച് വെച്ചാൽ ഉപ്പ് കയറി ഈ സാധനങ്ങളെല്ലാം ഈ ഇലക്ട്രിക്കിൻ്റെ സാധനങ്ങളൊക്കെ എല്ലാം പോക്കാൻ. ഇനി ഇപ്പം ചെയ്യണമെന്നും പറഞ്ഞേക്കണേന്. ഈ ഉപ്പുവെള്ളം കയറി ഫാൻ മുതൽ തെള്ളി പോണേ. ആ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ വന്ന ടെട്രാപോഡിൻ്റെ ഭിത്തി വന്ന് അവസാനിച്ചത് നമുക്ക് കാണാനായിട്ട് കഴിയും. ചെല്ലാനത്തിൻ്റെ ഒരു ഭാഗം, അത് ലാസ്റ്റ് പോയിന്റ് ആണല്ലേ? ആ പുത്തൻതോട് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പോയിന്റാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് ഇവിടേക്ക് വരണം. ഏതാണ്ട് 7 കിലോമീറ്റർ ദൂരത്തിലേക്ക് തന്നെ ഇങ്ങോട്ടും വരേണ്ടതാണ്. പക്ഷേ ഇവിടെ എത്തിയിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതവണ ഇതിൻ്റെ ഉദ്ഘാടനങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടൻ പ്രാവർത്തികമാകുമെന്ന് പറയുന്നതല്ലാതെ മറ്റൊന്നിലേക്കും പോയിട്ടില്ല. ഈ ഭാഗത്തെല്ലാം തന്നെയും നീണ്ടുപോകുന്ന ഈ ജിയോ ബാഗ് സംവിധാനങ്ങൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. അങ്ങനെ ഈ ജിയോ ബാഗുകൾ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അല്ലേ? ആ ജിയോ ബാഗ് അത്ര കണ്ട് നമുക്കിതൊന്നും ശാശ്വതമായ ഒരു കാര്യവുമല്ലല്ലോ. ഈ വേനൽ കഴിയുമ്പോൾ ഈ ജിയോ ബാഗിൽ കുറേ പൊടിഞ്ഞു പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാകും. ഈ കല്ല് കാണുന്നത്
എല്ലാം വലിയ കല്ലുകളായിരുന്നു. തിരമാല അടിച്ച് കൂടാതെ തമ്മിൽ കല്ലുകൾ കൂട്ടിയിടിക്കും. അങ്ങനെ കൂട്ടിയിടിച്ചാണ് ഈ കല്ല് ഉരുണ്ട തേഞ്ഞ് അങ്ങനെ ആ ഷേപ്പിലായത്, വളരെ ചെറുതായിട്ട് മാറിയത്. അങ്ങനെ ഈ പ്രദേശം കിടക്കുന്നത് പോലെ ഇവിടെ നിന്ന് ഈ തീരം മുഴുവൻ പലയിടത്തും ഇങ്ങനെ കിടക്കും. അപ്പോൾ സ്വാഭാവികമായും കാലവർഷം വന്നു കഴിഞ്ഞാൽ, വലിയ തിര വന്നു കഴിഞ്ഞാൽ തിര വന്ന് അടിക്കുന്നത് ഇതിൻ്റെ കിഴക്കുവശത്ത് കരയിലോ അല്ലെ വീടുകളിലോ ആയിരിക്കും. ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകണമെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, കൊച്ചിൻ പോർട്ട് ട്രെഡ് ചെയ്യണം, മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് അടിക്കണം. ഇപ്പോൾ അത് കടലിൽ 20 കിലോമീറ്റർ പടിഞ്ഞാറ് കൊണ്ടാണ് കളയുന്നത്. അത് ഇവിടെ കൊണ്ടുവന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് വീണ്ടും വടക്കോട്ട് കപ്പൽച്ചാലിലേക്ക് ഒഴുകി പോകാതിരിക്കാനായിട്ട് ഇടക്കിടക്ക് പുലിമുട്ടിടണം, ബ്രേക്ക് വാട്ടർ വാൾ. ഈ ബ്രേക്ക് വാട്ടർ വാൾ ഇടുകയും ഈ പറയുന്ന മണ്ണടിക്കുകയും ചെയ്തിട്ട് കടൽ ഭിത്തിയും കൂടി സംരക്ഷിച്ചാൽ മാത്രമേ ഇവിടുത്തെ കടലാക്രമണം പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിയുള്ളൂ. തീരം പുനർനിർമ്മിക്കണം. തീർച്ചയായും. കാരണം തീരം പുനർനിർമ്മിക്കുക എന്നതടക്കമുള്ള ബൃഹത്തായ പദ്ധതികൾ നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ ഇതുപോലൊരു വലിയ ഒരു ജനസഞ്ചയത്തെ സംരക്ഷിച്ച് നിർത്താൻ കഴിയുകയുള്ളൂ. അല്ല എങ്കിൽ ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് സംസാരിച്ചു പോകുന്ന ഒരു വിഷയമായി ഇത് അവസാനിക്കരുത്. ചെല്ലാനം ഒരു മാതൃകാപരമായ രീതിയിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. അതിൽ ടെട്രാപോഡ് സംവിധാനങ്ങൾ തികച്ചും മാതൃകാപരമായിട്ട് തന്നെ വീണ്ടും എടുത്തു പറയാം. അത് നന്നായിരിക്കുന്നു, ചെല്ലാനം കാണാൻ ആളുകൾ എത്തുന്നു എന്നതെല്ലാം അഭിമാനത്തോടെ പറയുന്നുണ്ട്. അതേ അഭിമാന ബോധത്തോടുകൂടി ചേർത്ത് നിർത്താനായിട്ട് ഈ കണ്ണമാലിയിലെ ഈ ഒരു വലിയ പ്രദേശത്തെയും കഴിയണം. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവർ ആ ദുരിതക്കയത്തിൽ നിന്ന് തന്നെയാണ്. 1 ഇഞ്ച് പോലും അവർക്കൊരു മോചനമുണ്ടായിട്ടില്ല. വർഷകാലം എത്തുമ്പോൾ ഇതിൽ വർഷം വലിയ രീതിയിലേക്ക് അത് ശക്തി പ്രാപിക്കുമ്പോൾ ഈ കടലിൻ്റെ മുഴുവൻ രൗദ്രതയും അതിൻ്റെ സംഹാരവും ഏറ്റുവാങ്ങുന്നത് ആ തീരദേശത്തുള്ള ജനങ്ങളാണ്. കൂടുതലായും തന്നെ അവർക്കെല്ലാവരും തന്നെ അനുഭവിക്കുന്നതും വളരെ കൂടുതലാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകുന്നു. നാളുകൾക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ നഷ്ടങ്ങളുടെ കണക്ക് മാത്രം എടുത്തുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് മുന്നോട്ട് വയ്ക്കുന്നത് ഈ കണ്ണമാലിയിലെ ഈ പ്രദേശത്തിൻ്റെ ജനങ്ങളുടെ ദുരിതങ്ങൾ തന്നെയാണ്. ഇതിനൊരു അറുതി ഇനിയെങ്കിലും ഉണ്ടാകണമെന്നതാണ് നാട്ടിലോട്ടിൽ അവർ വളരെ ഉച്ചത്തിൽ ആവശ്യപ്പെടുന്നത്.